സംസ്ഥാന സർക്കാരിന്റെ അലംഭാവം കാരണം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ 300 ബിരുദാനന്തര ബിരുദ സീറ്റുകൾ നഷ്ടമായി. പിജി ഡിപ്ലോമ കോഴ്സുകൾ പിജി ഡിഗ്രി കോഴ്സുകളാക്കി മാറ്റുന്നതിന് സംസ്ഥാന സർക്കാർ അപേക്ഷ നൽകാത്തതാണ് കാരണം. കേരളത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളും മറ്റ് സംസ്ഥാനങ്ങളും കൃത്യസമയത്ത് അപേക്ഷ നൽകി സീറ്റുകൾ നേടിയെടുത്തു. മെഡിക്കൽ കോളേജുകളിലെ പിജി ഡിപ്ലോമ കോഴ്സുകൾ പിജി ഡിഗ്രി കോഴ്സുകളാക്കി ഉയർത്താൻ ദേശീയ മെഡിക്കൽ കൗൺസിൽ തീരുമാനിച്ചിരുന്നു. മെഡിക്കൽ കൗൺസിൽ നിബന്ധനകളിൽ ഇളവ് നൽകിയതിനാൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാതെ പിജി ഡിഗ്രി കോഴ്സുകൾ നേടിയെടുക്കാനുള്ള സാഹചര്യമാണ് ഇതോടെ ഒരുങ്ങിയത്. ഇതനുസരിച്ച് കോഴ്സുകൾ ആവശ്യമുള്ള മെഡിക്കൽ കോളേജുകളോട് അപേക്ഷ നൽകാൻ മെഡിക്കൽ കൗൺസിൽ നിർദ്ദേശിച്ചു. സംസ്ഥാന ആരോഗ്യ വകുപ്പ് അനുവദിച്ചാൽ മാത്രമേ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മെഡിക്കൽ കൗൺസിലിന് അപേക്ഷ നൽകാൻ സാധിക്കൂ. എന്നാൽ സർക്കാർ മെഡിക്കൽ കോളേജുകൾ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും സംസ്ഥാന ആരോഗ്യ വകുപ്പ് അപേക്ഷ നൽകാൻ അനുമതി നൽകിയില്ല. ഫാക്കൽറ്റികളുടെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാതെയോ പുതിയ ഫെസിലിറ്റീസോ ഉണ്ടാക്കാതെയോ ഒരു ലിസ്റ്റ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്ലോമ സീറ്റ് സറണ്ടർ ആവുകയും അതിന് പകരം മാസ്റ്റേഴ്സ് ഡിഗ്രി സീറ്റുകൾ വരികയായിരുന്നു ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ വിചാരിച്ചിരുന്നു പറഞ്ഞാൽ ഇത് ഓൾറെഡി സബ്മിറ്റഡ് ആണെന്നാണ്. ഇപ്പം മാർച്ചിലാണ് അതിൻ്റെ പൂർത്തീകരിച്ച ലിസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം ലിസ്റ്റ് പോയിട്ടില്ല. ദേശീയ തലത്തിൽ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ് കേന്ദ്ര സർക്കാർ മെഡിക്കൽ കോഴ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. അധ്യാപക ജോലിക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ഉപരിപഠനത്തിനും പിജി ഡിപ്ലോമ കോഴ്സുകൾ മതിയാവില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന നല്ല അവസരമാണ് സംസ്ഥാന സർക്കാർ ഇല്ലാതാക്കുന്നത്. യു ഷൈജു, മീഡിയ 1, തിരുവനന്തപുരം.